മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കുട്ടികളെ അധിക്ഷേപിച്ച ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ കുട്ടികൾ കരോൾ നടത്തിയത് മദ്യപിച്ചാണെന്നും പ്രദേശത്ത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കരോൾ സംഘം CPIMന്റെ ക്രിമിനൽ സംഘമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ കരോൾ സംഘം ബിഷപ്പ് എന്താ പറഞ്ഞത്? കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവം ആത്മീയ ഇതോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോൾ സംഘങ്ങൾ പോവുക, ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആളാണ്. മദ്യപിച്ച് CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഈ കാളാണ്ട് അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPIMന്റെ ക്രിമിനൽ സംഘം പോയതാണ്. BJP നേതാവായ സി കൃഷ്ണകുമാറിന്റെ പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കുട്ടികളെ അധിക്ഷേപിച്ചാണ് BJP നേതാവായ സി കൃഷ്ണകുമാർ രംഗത്തെത്തിയത്. കുട്ടികൾ കരോൾ നടത്തിയത് മദ്യപിച്ചാണെന്നും പ്രദേശത്ത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും ആണ് കൃഷ്ണകുമാർ പറയുന്നത്. കരോൾ സംഘം CPIMന്റെ ക്രിമിനൽ സംഘമാണ് എന്നതാണ് കൃഷ്ണകുമാർ പറയുന്നത്. അതേസമയം ഈ ഒരു പരാമർശം വിവാദമായതോടെ മലക്കം മറിഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കൃഷ്ണകുമാർ ഇത് പൊതുവായി പറഞ്ഞ ഒരു കാര്യമാണ് എന്നതാണ് ഇപ്പോൾ കൃഷ്ണകുമാർ നടത്തുന്ന ഒരു വിശദീകരണം. ഈ ഒരു കരോൾ സംഘത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, കരോൾ സംഘത്തിലെ കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് BJP നേതാവായ സി കൃഷ്ണകുമാർ നടത്തിയത്.